മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്ര ജീവനക്കാർ പട്ടിണിയിൽ. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. 1994 ഇതേ ദിവസമാണ് ഹൈക്കോടതി 13 സുപ്രധാന നിർദ്ദേശങ്ങളടങ്ങിയ വിധി പ്രസ്താവിച്ചത്. 31 വർഷമായിട്ടും ഈ വിധി നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇതാണ്. അർജുൻ കല്യാടിന്റെ റിപ്പോർട്ട്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്ര ജീവനക്കാർ, അവിടെ കഴക ജോലികളൊക്കെ ചെയ്യുന്ന ജീവനക്കാർ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് കഴിഞ്ഞ 1.5 വർഷക്കാലമായി ശമ്പളം പോലും കിട്ടാത്ത സാഹചര്യമാണുള്ളത്. ഒരു നിയമം നിലനിൽക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ഏറ്റവും പ്രതിസന്ധിയായി ഇപ്പോൾ നിലനിൽക്കുന്നത്. സർക്കാരുകളൊക്കെ അതിന് നിയമനിർമ്മാണം നടത്താം എന്നുള്ള രീതിയിലെ പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും പ്രാവർത്തികമാക്കാത്തതാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുഴപ്പിലങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടെ കഴക ജോലി ചെയ്യുന്നവരാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്താണിപ്പോൾ നിങ്ങളുടെയൊക്കെ ഈ അവസ്ഥ? എങ്ങനെ? 98 മെയ് 1 മുതൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. 28ാമത്തെ വർഷമായി. പക്ഷേ ഇതുവരെ എല്ലാവർക്കും 3 ഗ്രേഡ് കിട്ടി. എനിക്കത് തന്നില്ല. പിന്നെ 3 ഗ്രേഡ് പ്രകാരം വലിയ ശമ്പളത്തിൻ്റെ വ്യത്യാസമുണ്ട്. എത്ര പ്രാവശ്യമായിട്ട് ഓഫീസർക്ക് കുറേ പരാതി കൊടുത്തു, AC-ക്ക് കൊടുത്തു, കമ്മീഷണർക്കും കൊടുത്തു. ഒരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ 19 മുതൽ ARS തരാമെന്നിട്ട് അതും തന്നില്ല. എത്രയോ പൈസ കിട്ടാനുണ്ട്. ഇതുവരെ അവർ യാതൊരു ഇതും ചെയ്തിട്ടില്ല. നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ കഴകമാണ്, മാലകെട്ടലാണ്. അപ്പോൾ പൂവിനും ദർഭക്കും തന്നെ വലിയ വിലയാവുന്നുണ്ട്. ചെക്കിപ്പൂവും ദർഭയും വാങ്ങാൻ വലിയ വിലയാവുന്നു. അതിന് മാസത്തിലാകെ ഒരു 500 രൂപയാണ് ഇപ്പം അതിന് ഈ കഴിഞ്ഞ മാസം പാസ്സാക്കിയത്. അതപ്പോൾ ചെക്കിപ്പൂവിനെല്ലാം വില കൂടുമ്പോൾ അതൊക്കെ വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട് നമുക്ക്. ഞാൻ ഇവിടുത്തെ ക്ഷേത്രത്തിലെ വാദ്യം ജീവനക്കാരാണ്, താൽക്കാലിക ജീവനക്കാരാണ്. 2013 മുതൽ ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് 2021 ഡിസംബർ മുതലുള്ള ശമ്പളം കുടിശ്ശികയാണ്. ഡെയിലി 200 രൂപ വെച്ചിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഫണ്ടില്ല എന്നാണ് എപ്പോഴും പറഞ്ഞത്. എല്ലാവരോടും ഞാൻ പരാതിപ്പെട്ട് മതിയാക്കിയിരിക്കുക. ഇപ്പോൾ 44 മാസത്തിൻ്റെ മേലെയായി കിട്ടാത്തത്. 2024 മുതൽക്കുള്ള ശമ്പളം പെൻഡിങ് ആണ്. 2025 എത്തുള്ളൂ. ഇപ്പോൾ ഇവർ ദേവസ്വത്തിൻ്റെ അധികൃതരുടെ ഇടയിൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇവരെ സശ്രദ്ധം കേൾക്കാൻ അസിസ്റ്റന്റ് കമ്മീഷണറോ അല്ലെങ്കിൽ ഓഫീസറോ ആരും തയ്യാറൊന്നുമല്ല. ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെ ജീവസന്ധാരണത്തിന് വേണ്ട മാർഗങ്ങൾ മറ്റ് ഉണ്ടാക്കേണ്ട അവസ്ഥയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നുള്ള ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ ദൈവത്തിനോട് അപേക്ഷിക്കുന്നത് പോലെയുള്ള അപേക്ഷയാണ് ഈ ദേവസ്വം ബോർഡിന് കീഴിൽ ജോലി ചെയ്യുന്ന 1000-ലധികം ക്ഷേത്രങ്ങളിലെ ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.